ഡിവൈഎഫ്ഐ കൊട്ടേഷൻ എടുത്തിറങ്ങിയിരിക്കുകയാണ്. ലക്ഷ്യം പിണറായി വിജയനെ തീർക്കുക എന്നുള്ളതാണ്. അതായത് ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ചില പ്രതിഭാസങ്ങൾ നമ്മൾ ഓരോ തവണയും ഓരോ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ PR വർക്കുകളും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ ഒരു ഭാഗത്ത് പിണറായി വിജയൻ സർക്കാർ വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂട്ടുകയാണ് ഡിവൈഎഫ്ഐ. ഏതെങ്കിലും തരത്തിൽ മൂന്നാം പിണറായി സർക്കാർ വരണ്ട എന്നാണോ വിചാരിക്കുന്നത്? അല്ല, ഇവരുടെ എനിക്ക് തോന്നുന്നു ഇവന്മാരുടെ പ്രവർത്തനം കണ്ടിട്ട് അല്ല, ചില ഊച്ചാളികൾ അതിനകത്ത് തിരക്കുമ്പം ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി, പിന്നെ ഏതായാലും ഓക്ക കമ്മിറ്റി അംഗം, മനസ്സിലായില്ല, ഇതൊക്കെയാണ് ഇന്നലെ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇവർക്ക് പ്രചോദനം നൽകുന്ന ചില ആൾക്കാരുണ്ട്. ചിന്താജറോ എന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. റോഡിൽ ഇറങ്ങി പോലീസിനെ തടഞ്ഞു നിർത്തി ചീത്ത വിളിക്കുക, ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുക, എന്നാലേ നേതാവാകത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന മാനസികാവസ്ഥയുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർട്ടിയെയും സംവിധാനത്തെയും ഒക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന കുറേ ആൾക്കാർ. ഈ ആൾക്കാർ തന്നെയാണ് ഇതിനു മുമ്പ് ഭരണം മോശമായതുകൊണ്ടല്ല, നയനാരിരുന്ന കാലത്തും അല്ലെങ്കിൽ പലവട്ടം ഈ പറയുന്ന CPM-ഉം ഇടതുപക്ഷവും ഒക്കെ കേരളത്തിൽ ഭരിക്കുമ്പോൾ ഭരണത്തിൻ്റെ പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ ഭരണം മോശമായതുകൊണ്ടോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുഴപ്പം കൊണ്ടോ, മന്ത്രിമാരുടെ പ്രശ്നം കൊണ്ടോ ഒന്നുമല്ല, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പ്രശ്നം ഒന്നുമല്ല, ഇതുപോലെ താഴെയറ്റം കിടക്കുന്ന ഈ പറയുന്ന നീർക്കോലികൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ യൂണിറ്റ് സെക്രട്ടറി, ഏറ്റവും താഴെക്കെട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടി മെമ്പർ, ഇവനൊക്കെ റോഡിൽ ഇറങ്ങി നിന്ന് പാണ്ടിലോറി വരുമ്പം മാക്രി ഉണ്ടല്ലോ, കൂട്ടം മാക്രി, ശ്വാസം പിടിച്ച് റോഡിൽ നിൽക്കുന്ന പോലെ നിൽക്കുക, എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരെ ബുദ്ധിമുട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ അവനെ തല്ലാൻ ചെയ്യുക, നാട്ടുകാരുടെ മെക്കെട്ട് കയറാൻ ചെല്ലുക, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, പൊതുജനത്തിന് മൊത്തവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് പാർട്ടിക്ക് ഈ പറയുന്ന പോലെ യുവമാർ CPM ആണെന്നും ഇടതുപക്ഷമാണെന്നും കണ്ട് ആൾക്കാർ തീരുമാനിക്കുന്നു. ഇനി യുവമാർക്ക് കുറുന്താളിക്കാനും അല്ലെങ്കിൽ ഇത്തരത്തിൽ സമൂഹത്തിൽ ഇറങ്ങി ആൾക്കാരോട് മോശമായി പെരുമാറാനും ഉള്ള അവസരം കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഈ അവസരം ഉണ്ടാകുന്നത് ഇതുപോലെ ഇവൻ്റെ പാർട്ടി അധികാരത്തിൽ ഇരുന്നിട്ടല്ലേ എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, മോഹൻലാലിൻ്റെ കൂടെ ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും വലിയ മോശമായ അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ചിരിക്കുന്നില്ല, അദ്ദേഹം ഏതാണ്ട് കുഴപ്പക്കാരനാണ്, അദ്ദേഹം ഒരു ഗുണ്ടയാണ്, അദ്ദേഹം കാണിക്കുന്നത് കൊണ്ടാണ് അങ്ങ് താഴെ അറ്റം വരെയുള്ള അണികൾ ഇതുപോലെ കാണിക്കുന്നത്. അയാളെ കഴിഞ്ഞ ദിവസം അയാൾ ചോദ്യം ചോദിച്ച് മറുപടി പറഞ്ഞപ്പോൾ ഏതാണ്ട് ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ളവർക്കെല്ലാം പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ ഈ 82ാമത്തെ വയസ്സിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ ഏറ്റവും അർഹനാണെന്ന് തോന്നുന്ന രീതിയിൽ അതുപോലെ അതേ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന് എല്ലാ മാർഗങ്ങളും അടയുന്ന സമയത്തും കമ്മ്യൂണിസ്റ്റായി സമരം നയിച്ച് പട്ടിണി കിടന്ന്, അല്ലെങ്കിൽ ഇത് ലോകമർദ്ദനമേറ്റ് ഓരോ ഘട്ടങ്ങളിലും പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭരണം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഓരോ മേഖലയിലും നമ്മൾ തുലനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എല്ലാം ശരിയാണെന്ന് നമ്മൾ തുലനം ചെയ്യുമ്പോൾ ഇതിനു മുമ്പിരുന്ന ഭരണത്തെക്കാളിലൊക്കെ മെച്ചമാണ്. ആരോഗ്യ മേഖല മെച്ചമാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല മെച്ചമാണ്, റോഡുകൾ, പാലങ്ങൾ, സമസ്ത വ്യവസായം, ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വരെ അവാർഡ് കിട്ടി. സമസ്ത മേഖലയിലും ഈ ഭരണം 10 കൊല്ലം നോക്കുമ്പോൾ വികസനത്തിൽ ഊന്നിയുള്ള ഭരണം തന്നെയാണ്. മോദിയുടെ കാര്യം പറയും. ഈ സമയത്താണ് ഇതുപോലുള്ള ഞാഞ്ഞൂലുകൾ, ഒരുപക്ഷെ മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ് ജാതിയും ഒക്കെ പറഞ്ഞ് കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ UDF-ന്റെ കയ്യിൽ ഭരണം കിട്ടിയാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ കയ്യിൽ ഭരണം ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭരണം എന്ന് വിചാരിക്കുന്ന ഒരു ത്തിന് വേണ്ടി ശ്രമിക്കുന്ന UDF-ന് അനുകൂലമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശനോ കോൺഗ്രസ്സുകാരനോ ഒക്കെ ഇവന് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോയെന്നോ അറിയത്തില്ല. അതേ രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം. ഇന്നത്തെ കാലത്ത് ഈ പ്രഹസനം കാണിക്കുമ്പോൾ ഇവൻ കാണിക്കുന്നത് ലോകം കാണത്തില്ല എന്ന് കണ്ടല്ല കാണിക്കുന്നത്, ഇത് കാണണം. ഞാൻ വലിയ ഹീറോ ആകണം, ഞാൻ വലിയ CPM ആകണം, ഞാൻ വലിയ നേതാവാകണം, അതുകൊണ്ട് ആർക്ക് പ്രശ്നമുണ്ടായാലും അവർക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്ക്. അതുകൊണ്ട് പിണറായി വിജയനും CPM-ന്റെ നേതൃത്വവും ഒക്കെ ഇതുപോലുള്ള ഞാഞ്ഞൂലുകളെ ആദ്യമേ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. എത്ര PR വർക്ക് നടത്തിയാലും, എത്ര നല്ല രീതിയിൽ ഭരിച്ചാലും, എത്ര മാന്യമായിട്ട് പെരുമാറണം എന്ന് മുതിർന്ന നേതാക്കന്മാർ വിചാരിച്ചാലും അവർക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത ഇടങ്ങളിൽ ഇതുപോലുള്ള CPM-ന്റെ നേതാക്കന്മാരെയും DYFI നേതാക്കന്മാരെയും പൊതുജനത്തിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നതിനും CPM-നെ അവതരിപ്പിക്കുന്നതിനും വിട്ടുകഴിഞ്ഞാൽ
യാതൊരു കാരണവശാലും പൊതുജനം അത് അംഗീകരിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയില്ല. അതായത് എത്ര നല്ലതുപോലെ ഭരിച്ചാലും, എത്ര മാന്യമായിട്ട് ഭരിച്ചാലും, എത്ര വികസനത്തിലൂന്നി ഭരിച്ചാലും ഇതുപോലുള്ള 10 ഞാഞ്ഞൂലുകൾ, ഇതേപോലെ ഡിവൈഎഫ്ഐയുടെ ആരാ യൂണിറ്റ് സെക്രട്ടറിയാ, ഡിവൈഎഫ്ഐയുടെ ആരാ യൂണിറ്റ് പ്രസിഡന്റ്, CPM-ന്റെ ആരാ മെമ്പറാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉള്ള DGPയുടെ തലയെ കയറാനും, അല്ലെങ്കിൽ മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ തലയെ കയറാനും, പൊതുജനത്തിന്റെ തലയെ കയറാനും, അല്ലെങ്കിൽ നാട്ടിൽ അട്രോസിറ്റി ഉണ്ടാക്കാനും, CPM-ന്റെ കെയർ ഓഫിൽ മാത്രം ഇവനെ സമൂഹം അറിയപ്പെടും. ഇവനെ ആരും അറിയപ്പെടത്തില്ല. റോഡിൽ നടന്നാൽ പുഴുത്ത പട്ടി കിടക്കുന്നത് പോലെ പോലും പരിഗണിക്കാൻ പ്രാപ്തമല്ലാത്ത ഒരുത്തൻ ഈ പാർട്ടിയുടെ കെയർ ഓഫിൽ വന്നിട്ട് അംഗീകാരം മേടിച്ച്, എന്നിട്ടും അവൻ അംഗീകാരം കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വല്ലവൻ്റെയും തലയ്ക്കും മെക്കട്ടും കയറുന്ന രീതിയിലേക്കുള്ള സംവിധാനമാണ്. ഈ ഇവന്മാരെ അഴിച്ചുവിട്ടാൽ എത്ര പ്രയാസപ്പെട്ട് അടുത്ത മൂന്നാമതൊരു ഭരണത്തിലേക്ക് കൊണ്ടുപോരാൻ ശ്രമിച്ചാൽ യുവന്മാർ ഇത് നശിപ്പിക്കും. യുവന്മാരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സമയത്ത്, ഇലക്ഷൻ വന്നിരിക്കുന്ന സമയത്ത്, ഇലക്ഷൻ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന സമയത്ത് പാർട്ടിക്ക് ദോഷമാകുന്ന രീതിയിൽ, മോശമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ കൂടി ലോകം മൊത്തം പ്രചരിപ്പിക്കുകയും ചെയ്താൽ അതിൻ്റെ ദോഷം CPM-നാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഗുണം UDF-നാണ് ഉണ്ടാകുന്നത് എന്ന് കണ്ട് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിനകത്തോ അല്ലെങ്കിൽ സംശയിക്കുന്നതിനകത്തോ തെറ്റില്ല. VD സതീശൻ്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും കയ്യിൽ നിന്ന് പണം പറ്റി കൊട്ടേഷൻ എടുത്തതുപോലെ എടുത്ത് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കുന്നത് നന്നാവും. ഈ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോ, അതിനു മുൻപ് ഒരുപാട് സംഭവങ്ങൾ പോലീസുമായി, ഇപ്പോൾ തിരുവനന്തപുരത്തെ ട്രാവൻകൂർ മാളിൽ ഇതുപോലെ മിഥുൻ എന്ന് പറയുന്ന ഒരു AR ക്യാമ്പിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇതുപോലെ മർദ്ദിച്ചു. വെള്ളർഡേയിൽ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണത്തിന്റെ പേരിൽ ഒരു SHOയെ മർദ്ദിച്ചു. പിന്നീടാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട കിളിമാനൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ പോലീസുകാരുടെ തന്തയ്ക്ക് വിളിക്കുക, അവരുടെ വീട്ടിലിരിക്കുന്നവരെ വിളിക്കുക, പച്ചത്തെറി, നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള തെറി വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തിലിരിക്കുന്ന ഞങ്ങളാണ്, ഞങ്ങൾ ഒരു ചുക്കും ചെയ്യാൻ നിനക്കൊന്നും കഴിയില്ല, ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന്, ഇന്ന് ഇറങ്ങിയ ഒരു വീഡിയോയിൽ പറയുന്നത് 4 മണിക്ക് മുമ്പേ നിന്നെ ആ കസേരയിൽ നിന്ന് ഞാൻ മാറ്റും എന്നൊരു നേതാവ് പറയുകയാണ്. ഇത് എന്താണ് പോലീസ് എന്ന് പറയുന്നത്? CPM-ന് തട്ടിക്കളിക്കാനുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പ്രവർത്തകർക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു പിന്നെന്താ ഒരു വിഭാഗമാണോ കേരളത്തിലെ പോലീസ്? ഇവരെ ഇതുപോലെ നമ്മൾ വർത്തമാനം പറയുന്ന വേറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കാരണം ഇവന്മാരെ പറയാം, നീ ആരുടെ അറസ്റ്റ് ചെയ്യാൻ, നീ ആരുടെ കേസ് എടുക്കുക, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിനക്ക് വീട്ടിൽ കയറാൻ പറ്റുമോ, ധൈര്യം ഉണ്ടോ, ഇതുപോലെ ചോദിക്കുമായിരുന്നു. PFI-ക്കാരെ SDPI-ക്കാരെ പ്രസംഗിക്കുന്നുണ്ടോ? ഏതായാലും കേസ് എടുത്തു കഴിഞ്ഞാൽ, തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ, അല്ല നുഴഞ്ഞു കയറിയല്ല, CPM-നെ തീർക്കാൻ വേണ്ടി കൊട്ടേഷൻ മേടിച്ചിട്ടുള്ള PFI-ക്കാരൻ ഇതുപോലെ പ്രസംഗിക്കുമായിരുന്നു. കേസ് എടുത്തു കഴിഞ്ഞാൽ, നിന്നെ എനിക്കറിയോ, നിന്റെ തന്തയെ എനിക്കറിയോ, നിന്റെ അപ്പൂപ്പനെ എനിക്കറിയോ, നിന്റെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയോ, ഇപ്പൊ അവന്മാരൊക്കെ വഴിയും പിടിച്ചോണ്ട് എവിടെ ഇരിക്കുന്ന പോലും എന്ന് പറഞ്ഞ പോലെ ഈ ഭരണം ഒന്ന് മാറണം. മനസ്സിലായില്ലേ? അപ്പൊ പോലീസിനെ അവൻ അറിയാൻ പറ്റും, പോലീസ് എങ്ങനെയാണെന്ന് അവൻ അറിയാൻ പറ്റും. ഇപ്പം മനസ്സിലാക്കേണ്ടത് ഈ സംവിധാനങ്ങൾ വളരെ കൃത്യമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്നത്. പിന്നെ ഇവൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അയാൾ പോലീസായി പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥന്മാരായിപ്പോയത് കൊണ്ടാണ്, പഠിക്കാൻ പഠിക്കാനായിപ്പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് അവൻ്റെ വീട്ടിലെ മാർഗം നോക്കുന്നതിന് വേണ്ടി ആ പണിക്ക് ഇറങ്ങി. ചിലപ്പം ഇവൻ പരിശോധിച്ച് വയ്ക്കുമ്പോൾ ഇവനെക്കാട്ടി വലിയ പോസ്റ്റുകൾ ഈ പാർട്ടിക്കകത്ത് ഇരുന്നിട്ടുള്ളവനും, അല്ലെങ്കിൽ ഇവന്റെ കുടുംബം ഈ പാർട്ടിക്ക് വേണ്ടി പണി ചെയ്തിട്ടുള്ളവനുമാവും. അപ്പൊ റോഡിലിറങ്ങി പട്ടി ഷോ കാണിക്കുന്നവന്മാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ 3ാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് എത്ര മോഹൻലാലിന്റെ കൂടെ ഇരുന്ന് ഇന്റർവ്യൂ നടത്തിയാലും യൗമാരതില്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.